ഹലോ എവരി വൺ. നമ്മൾ എഡി ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലറായ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇന്ന് സോൾവ് ചെയ്യുക. ഗിവൺ ടു സ്ട്രിങ്സ് S1 ആൻഡ് S2. റിട്ടേൺ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ടു കൺവേർട്ട് S1 ടു S2. നമുക്ക് രണ്ട് സ്ട്രിങ്സ് S1 ഉം S2 ഉം തന്നിട്ടുണ്ടായിരിക്കും. എത്ര മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസിൽ S1നെ S2യിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. യു ഹാവ് ഫോളോവിങ് 3 ഓപ്പറേഷൻസ് പെർമിറ്റഡ് ഓൺ ദ സ്ട്രിങ്. നമുക്ക് 3 ഓപ്പറേഷൻസ് ആണ് ഒരു സ്ട്രിങ്ങിൽ അലൗഡ് ആയിട്ടുള്ളത്. ഇൻസേർട്ട് എ ക്യാരക്ടർ, ഡിലീറ്റ് എ ക്യാരക്ടർ, റീപ്ലേസ് എ ക്യാരക്ടർ. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ ഇത് കാണാം. S1 ഈക്വൽ ടു ഡോഗ്, S2 ഈക്വൽ ടു DIG. ഡോഗിനെ DIG ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ DOGയെ DIG ആക്കി കൺവേർട്ട് ചെയ്യണം. അതിന് നമുക്ക് 3 ഓപ്പറേഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഒരു ക്യാരക്ടറിനെ, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം ഒരു ക്യാരക്ടറിനെ. നമുക്ക് DOGയെ DIG ആക്കണം. നമ്മൾ എപ്പോഴും ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുക S1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിലായിരിക്കും. ഇവിടെ നമുക്ക് Oയെ റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുമ്പോൾ ഒരു ഓപ്പറേഷനായി. റിമൂവ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് എ ക്യാരക്ടർ, അതിപ്പം ഒരു ഓപ്പറേഷനായി. അത് കഴിഞ്ഞ് I നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാം. I ഇൻസേർട്ട് ചെയ്യുന്നത് മറ്റൊരു ഓപ്പറേഷനായി. 1 + 1. ക്യാരക്ടറിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. O എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് Iയെ ഇൻസേർട്ട് ചെയ്തു. ഇപ്പം ഇവിടെ വന്ന നമ്പർ ഓഫ് ഓപ്പറേഷൻസ് 2 ആണ്. 2 ഓപ്പറേഷൻസിൽ നമ്മൾ S1നെ S2 ആക്കി മാറ്റി. വേറെ ഏതെങ്കിലും രീതിയിൽ ഡോഗിനെ DIG ആക്കി മാറ്റാൻ നമുക്ക് പറ്റുമോ? ഈ Oയെ റിമൂവ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം റീപ്ലേസ് ചെയ്താൽ മതി. Oയെ I കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അന്നേരം ഒരു ഓപ്പറേഷനിൽ നമുക്ക് ഡോഗിനെ DIG ആക്കി മാറ്റാൻ പറ്റും. മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഈ ഒരു കേസിൽ നമുക്ക് 1 ആണ്. അതെപ്പോഴാണ്? Oയെ I കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ. നമുക്ക് മറ്റൊരു കേസ് നോക്കാം. ഇവിടെ S1 എന്ന് പറഞ്ഞാൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ആണ്. S2 എന്ന് പറഞ്ഞാൽ ക്യാച്ച് ആണ്. S1നെ നമുക്ക് S2യിലോട്ട് കൺവേർട്ട് ചെയ്യണം. ക്രിയേറ്റിനെ ക്യാച്ച് ആക്കണം. ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആറിനെ റിമൂവ് ചെയ്യുക, അന്നേരം ഒരു ഓപ്പറേഷനായി. ഇയെ റിമൂവ് ചെയ്യുക, ഒരു ഓപ്പറേഷനായി. ഈ ഇയെ റിമൂവ് ചെയ്യുക, ഒരു ഓപ്പറേഷനായി. അത് കഴിഞ്ഞ് എസിനെ ഇവിടെ ഇൻസേർട്ട് ചെയ്യുക, വീണ്ടും ഒരു ഓപ്പറേഷനായി. ടോട്ടലി 4 ഓപ്പറേഷൻസ് ആയി ഈ ഒരു കേസിൽ. ഇനി നമുക്ക് മറ്റൊരു കേസ് നോക്കാം. ക്രിയേറ്റിനെ ക്യാച്ച് ആക്കണം. ആറിനെ റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനായി. ഇയെ റിമൂവ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനായി. ഇവിടെയുള്ള ഇയെ റീപ്ലേസ് ചെയ്യുന്നു. എസും കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു, വീണ്ടും ഒരു ഓപ്പറേഷനായി. ടോട്ടലി 3 ഓപ്പറേഷൻ. അങ്ങനെ നമ്മൾ ക്രിയേറ്റിനെ ക്യാച്ച് ആക്കി മാറ്റി. ഈ ഒരു കേസിലായിരിക്കും നമുക്ക് മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് കിട്ടുക. ആ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് എത്രയായിരുന്നു? 3 ആയിരുന്നു. നമ്മൾ റിക്കേഷൻ ഉപയോഗിച്ചായിരിക്കും ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക. നമുക്ക് ഒരു എക്സാമ്പിളിലൂടെ എങ്ങനെ റിക്കേഷൻ ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. ഡോഗിനെ DIG ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യണം. എത്ര മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് വേണം
ഡോഗിനെ DIJ ആക്കി കൺവേർട്ട് ചെയ്യാൻ എന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഈ രണ്ട് സ്ട്രിങ്സിൻ്റെയും ക്യാരക്ടേഴ്സ് ബാക്ക് സൈഡിൽ നിന്ന് കമ്പയർ ചെയ്യും. ഈ GAയും കമ്പയർ ചെയ്യും. രണ്ട് ക്യാരക്ടേഴ്സും സെയിം ആണ്. അന്നേരം നമ്മൾ എത്ര മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് വേണം DOA DI ആക്കി കൺവേർട്ട് ചെയ്യാൻ എന്ന് കണ്ടുപിടിക്കും. ഇവിടെയുള്ള ഈ രണ്ട് GAയും ഡിസ്കാർഡ് ചെയ്യും. എന്നിട്ട് എത്ര മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് വേണം DOA DI ആക്കി കൺവേർട്ട് ചെയ്യാൻ എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കും. ഇവിടെ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ക്യാരക്ടേഴ്സ് Oയും Iയും സെയിം അല്ല. സെയിം അല്ലാത്ത കേസിൽ നമുക്ക് 3 പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. ഇൻസേർട്ട്, ഡിലീറ്റ്, റീപ്ലേസ്. ആദ്യം നമുക്ക് ഇൻസേർട്ട് നോക്കാം. ഇൻസേർട്ടിൽ നമ്മൾ S1 I ഇൻസേർട്ട് ചെയ്യും. DOI DI. അന്നേരം ഈ രണ്ട് ക്യാരക്ടേഴ്സും മാച്ച് ആവും. ഇവിടെയുള്ള ലാസ്റ്റ് ക്യാരക്ടറും ഇവിടെയുള്ള ലാസ്റ്റ് ക്യാരക്ടറും I ആണ്. അത് രണ്ടും മാച്ച് ആവും. മാച്ച് ആവുമ്പോൾ നമ്മൾ DOA D ആക്കാൻ എത്ര മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് വേണമെന്ന് കണ്ടുപിടിക്കും. ഇനി ഡിലീറ്റിൻ്റെ കേസ് നോക്കാം. ഡിലീറ്റിൻ്റെ കേസിൽ നമ്മൾ ഈ OA ഡിലീറ്റ് ചെയ്ത് കളയും. OA ഡിലീറ്റ് ചെയ്യുമ്പം നമുക്ക് Dയും DI ആയിരിക്കും കിട്ടുക. ഇവിടെ ഇൻസേർഷൻ്റെ കേസാണ്, ഇത് ഡിലീഷൻ്റെ കേസ്. ഇനി റീപ്ലേസിൻ്റെ കേസിലോ? റീപ്ലേസിൻ്റെ കേസിൽ ഇവിടെയുള്ള ഈ OA നമ്മൾ I കൊണ്ട് റീപ്ലേസ് ചെയ്യും. I കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ക്യാരക്ടേഴ്സ് സെയിം ആയി. അന്നേരം അതിനെ റിമൂവ് ചെയ്യാം. അന്നേരം നമുക്ക് വരുന്ന കേസ് ഇതാണ്, DD. ഇത് റീപ്ലേസിൻ്റെ കേസാണ്. നമ്മൾ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് റിക്വയർഡ് ടു കൺവേർട്ട് DO to D, മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് റിക്വയർഡ് ടു കൺവേർട്ട് D to DI, മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് റിക്വയർഡ് ടു കൺവേർട്ട് D to D കണ്ടുപിടിക്കും. ഈ 3 വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമുക്ക് A എന്നും B എന്നും C എന്നും കിട്ടിയെന്ന് വിചാരിച്ചോ. അതിൻ്റെ മിനിമം നമ്മൾ കണ്ടുപിടിക്കും, മിനിമം ഓഫ് ABC. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഒരു ഓപ്പറേഷൻ എടുത്തായിരുന്നു, ഇൻസേർഷനും ഡിലീഷനും റീപ്ലേസിനും. 1 പ്ലസ് മിനിമം ഓഫ് ABC ആയിരിക്കും നമ്മൾ ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ റിക്കേഷൻ ട്രീ നോക്കാം. ഞാൻ ഈ പ്രോബ്ലത്തിൻ്റെ ഫുള്ള് റിക്കേഷൻ ട്രീ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന ബേസ് കേസ് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു സ്ട്രിങ് empty ആവുമ്പോൾ അന്നേരം എത്ര മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് വേണം S1നെ S2 ആക്കാൻ? ഇവിടെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടോ അത്രയും ഓപ്പറേഷൻസ്.
അന്നേരം ഇവിടെ 2 ആയിരിക്കും വരിക. ഈ ഒരു കേസിൽ 2 സ്ട്രിങ്ങും എം ടി ആണ്. അന്നേരം 0 ആയിരിക്കും ഇവിടെ വരിക. ഇവിടെയും 0. ഈ ഒരു കേസിലോ ഈ ഡി എ എം ടി സ്ട്രിങ് ആക്കണം ഒരു ഓപ്പറേഷന്. ഇവിടെയോ ഇവിടെ എം ടി സ്ട്രിങ് ആണ്, അതിനെ ഡി ഐ ആക്കണം. 2 ഓപ്പറേഷൻസ്. ഇവിടെ എം ടി സ്ട്രിങ് ആണ്, ഇവിടെ ഡി ആണ്. എം ടി സ്ട്രിങ്ങിനെ ഡി ആക്കണം ഒരു ഓപ്പറേഷന്. ഒരു ഇൻസർഷൻ കൊടുത്താൽ മതിയില്ലേ. ഇവിടെ 0യും ഇവിടെ ഡിയും ഡിയും ഉള്ളത്. ഇവിടെയുള്ള ലാസ്റ്റ് ക്യാരക്ടർ ഡി ആണ്, അത് രണ്ടും സെയിം ആണ്. സെയിം ആകുമ്പോൾ ഇവിടെയുള്ള വാല്യൂ അതേപോലെ നമ്മൾ മുകളിലോട്ട് പാസ് ചെയ്യും. ഇവിടെയും ലാസ്റ്റ് ക്യാരക്ടേഴ്സ് സെയിം ആണ്, അന്നേരം താഴെയുള്ള വാല്യൂ അതേപോലെ മുകളിലോട്ട് പാസ് ചെയ്യും. ഇവിടെ 2 0 1 ആണ് മുകളിലോട്ട് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മിനിമം എടുക്കും. മിനിമം ഓഫ് 2 0 1 എത്രയാണ്? 0 ആണ്. അത് +1. 0 + 1 എന്ന് വെച്ചാൽ 1 ആയിരിക്കും. ഇവിടെ നിന്ന് നമ്മൾ മുകളിലോട്ട് പാസ് ചെയ്യുക. ഇവിടെയോ 0യും 2ഉം 1ഉം ഉള്ളത്. മിനിമം എത്രയാണ്? 0 ആണ്. 0 + 1 അതായിരിക്കും ഇവിടുന്ന് മുകളിലോട്ട് പാസ് ചെയ്യുക. ഇവിടെ ലാസ്റ്റ് ക്യാരക്ടേഴ്സ് 2 സ്ട്രിങ്ങിൻ്റെയും സെയിം ആണ്, രണ്ടും ഡി ആണ്. അന്നേരം 0 അതേപോലെ മുകളിലോട്ട് നമ്മൾ പാസ് ചെയ്യും. ഈ 3 വാല്യൂസിൻ്റെ മിനിമം എടുക്കും. അത് എത്രയാ? അത് 0 ആണ്. അത് +1 ആയിരിക്കും നമ്മൾ മുകളിലോട്ട് പാസ് ചെയ്യുക. 1 നമ്മൾ മുകളിലോട്ട് പാസ് ചെയ്തു. ഇവിടെ ലാസ്റ്റ് ക്യാരക്ടേഴ്സ് സെയിം ആണ്, അന്നേരം ഇവിടെ നിന്നും നമ്മൾ 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. 1 ആയിരിക്കും നമ്മൾ ആൻസർ ആയിട്ട് ഈ പ്രോബ്ലത്തിൽ റിട്ടേൺ ചെയ്യുക. ഞാൻ എഡിറ്റ് ഡിസ്റ്റൻസ് ij എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ടു കൺവേർട്ട് S1 0 to i to S2 0 to j. ഇവിടെ S1 0 to iയിൽ ith ഇൻഡെക്സ് ഇൻക്ലൂഡഡ് ആണ്. S2 0 to jയിൽ jth ഇൻഡെക്സും ഇൻക്ലൂഡഡ് ആണ്. S1 iയും S2 jയും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എഡിറ്റ് ഡിസ്റ്റൻസ് ഓഫ് i - 1 j - 1 ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്ന് വെച്ചാൽ മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ടു കൺവേർട്ട് S1ൻ്റെ ഇത്രയും പാർട്ട് ടു S2ൻ്റെ ഇത്രയും പാർട്ട്. നമ്മളിവിടെ കണ്ട ഈ സ്റ്റെപ്പ് S1i നോട്ട് ഈക്വൽ ടു S2 j ആണെങ്കിൽ നമുക്ക് 3 പോസിബിലിറ്റീസാണ് ഉള്ളത്. ഇൻസേർട്ടിൽ 1 + 1 എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷനാണ്, പ്ലസ് എഡിറ്റ് ഡിസ്റ്റൻസ് i j - 1. S1ൻ്റെ ഇത്രയും പാർട്ട് S2ൻ്റെ ഇത്രയും പാർട്ടാക്കി എടുക്കാൻ നമുക്കെടുക്കുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഈ ഒരു കേസ്. പിന്നെ ഡിലീറ്റ് എന്ന് പറഞ്ഞ കേസ് 1 ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്പറേഷൻ പ്ലസ് എഡിറ്റ് ഡിസ്റ്റൻസ് i - 1 j. S1ൻ്റെ ഇത്രയും പാർട്ടിനെ S2ൻ്റെ ഇത്രയും പാർട്ടാക്കി മാറ്റാൻ നമുക്കെടുക്കുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് നമ്മളിവിടെ കണ്ട ഈ ഒരു കേസ്. പിന്നെ റീപ്ലേസ് 1 പ്ലസ് റീപ്ലേസ് എന്ന് പറഞ്ഞ ഓപ്പറേഷനാണ് 1 പ്ലസ് എഡിറ്റ് ഡിസ്റ്റൻസ് i - 1 j - 1. റീപ്ലേസ് എന്ന് പറഞ്ഞ കേസിൽ ഇത്രയും പാർട്ടിനെ ഇത്രയും പാർട്ടാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിനെടുക്കുന്ന മിനിമം നമ്പർ ഓഫ് ഓപ്പറേഷൻസ് ഈ 3 വാല്യൂസിൻ്റെ മിനിമം ആയിരിക്കും ഈ ഒരു കേസിൽ ആൻസർ.
നമുക്ക് റിക്കറൻസ് റിലേഷൻ നോക്കാം. edit distance ij equal to edit distance I minus 1 j minus 1 if s1i equal to s2j അല്ലെങ്കിൽ 1 plus min of edit distance ij minus 1 edit distance I minus 1j edit distance I minus 1 j minus 1. നമ്മൾ ഈ പ്രോബ്ലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുക എഡിറ്റ് ഡിസ്റ്റൻസ് ലെങ്ത് ഓഫ് s1 minus 1 ലെങ്ത് ഓഫ് s2 minus 1. ഈ റിക്കറൻസ് റിലേഷനിൽ നമുക്ക് വരുന്ന ബേസ് കേസ് എന്താണ്? എം ഡി സ്ട്രിങ്ങിൻ്റെ ആ കേസ്. ഒന്നുകിൽ S1 എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ് എം ഡി ആയി, അല്ലെങ്കിൽ S2 എന്ന് പറഞ്ഞാൽ ആ സ്ട്രിങ് എം ഡി ആയി. എം ഡി ആകുമ്പം ഐയുടെ വാല്യൂ അല്ലെങ്കിൽ ജെയുടെ വാല്യൂ -1 ആയിരിക്കും. ഐയുടെ വാല്യൂ -1 ആണെങ്കിൽ S1 എന്ന് പറഞ്ഞ സ്ട്രിങ് എം ഡി ആണ്. അന്നേരം നമ്മൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് S2 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ? എന്ന് പറഞ്ഞാൽ j+1 ആയിരിക്കും. ഇഫ് j ഈക്വൽ ടു -1, S2 എന്ന് പറഞ്ഞ സ്ട്രിങ് എം ഡി ആണ്. എം ഡി ആകുമ്പോൾ നമ്മൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? S1 എന്ന് പറഞ്ഞ സ്ട്രിങ്ങിൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന്, അത് i+1 ആയിരിക്കും. ഇതിൻ്റെ റിക്കേഷൻ ട്രീ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാം എന്നാണ്. ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് നോക്കാം. ഇവിടെ ഐയുടെ വാല്യൂസ് വരിക -1 തൊട്ട് ലെങ്ത് ഓഫ് S1 -1 വരെയും ജെയുടെ വാല്യൂസ് വരിക -1 തൊട്ട് ലെങ്ത് ഓഫ് S2 -1 വരെയുമാണ്. നമുക്കറിയാം അറേയിൽ -1 എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് ഇല്ല. അന്നേരം DP അറേയിൽ -1 തൊട്ട് ലെങ്ത് ഓഫ് S1 -1 വരെയുള്ള വാല്യൂസിനെ നമ്മൾ 0 തൊട്ട് ലെങ്ത് ഓഫ് S1ലോട്ടും -1 തൊട്ട് ലെങ്ത് ഓഫ് S2 -1 വരെയുള്ള ജെയുടെ വാല്യൂസിനെ 0 തൊട്ട് ലെങ്ത് ഓഫ് S2 വരെയും നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ഷിഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ ചേഞ്ചസ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന ഈ റിക്കറൻസ് റിലേഷനിൽ വരുത്തേണ്ടി വരും? ഇവിടെ S1 I-1നെ S2 J-1 ആയിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുക. ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എഡിറ്റ് ഡിസ്റ്റൻസ് ഓഫ് ലെങ്ത് ഓഫ് S1ഉം ലെങ്ത് ഓഫ് S2 ആയിരിക്കും. നമ്മളിവിടെ വാല്യൂസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ബേസ് കേസ് I ഈക്വൽ ടു -1 നിന്ന് I ഈക്വൽ ടു 0 ആവും. I ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എം ഡി സ്ട്രിങ്ങിൻ്റെ ആ കേസാണ്. അന്നേരം എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും? മറ്റേ സ്ട്രിങ്ങിൽ J ക്യാരക്ടേഴ്സ് ആയിരിക്കും. സിമിലർലി J ഈക്വൽ ടു 0 ആവും. അന്നേരം മറ്റേ സ്ട്രിങ്ങിൽ I ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആകെ ഇത്രയും ഡിഫറൻസ് വരുന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ കോഡ് നോക്കാം. ഡെഫ് എഡിറ്റ് ഡിസ്റ്റൻസ് S1 S2 ij ഇഫ് I ഈക്വൽ ടു 0 അന്നേരം നമ്മൾ J റിട്ടേൺ ചെയ്യും. ഇഫ് J ഈക്വൽ ടു 0 നമ്മൾ I റിട്ടേൺ ചെയ്യും. ഇഫ് S1 I-1 ഈക്വൽ ടു S2 J-1 അന്നേരം നമ്മൾ എഡിറ്റ് ഡിസ്റ്റൻസ് ഓഫ് S1 S2 I-1 J-1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. else return 1 plus min distance of S1 S2 I J-1 edit distance of S1 S2 I-1 J edit distance S1 S2 I-1 J-1. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പം ഐയുടെ വാല്യൂ ലെങ്ത് ഓഫ് S1 -1ഉം
ജെയുടെ വാല്യൂ ലെങ്ത് ഓഫ് S2 മൈനസ് 1 ആയിരിക്കും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് 3m+n ആണ്. m ആണ് ലെങ്ത് ഓഫ് S1 എന്ന് വിചാരിച്ചോ, n ആണ് ലെങ്ത് ഓഫ് S2 എന്ന് വിചാരിച്ചോ. ഇവിടെ 3 വരുന്നത് എന്താണ്? 3 ചോയ്സസ് ആയിരിക്കും മാക്സിമം ഒരു ക്യാരക്ടറിന് ഉണ്ടായിരിക്കുക. ഇൻസേർട്ട്, ഡിലീറ്റ്, റീപ്ലേസ്. അതുകൊണ്ടാണ് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 3m+n വരുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m+n ആണ്. കോൾ സ്റ്റാക്ക് എടുക്കുന്ന സ്പേസ്. ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമുക്ക് DP അപ്ലൈ ചെയ്യാൻ പറ്റും. DP അപ്ലൈ ചെയ്യുമ്പോൾ ഈ കോഡിൽ എന്തൊക്കെ ഡിഫറൻസ് ആയിരിക്കും വരിക? ഇവിടെ ആയിട്ട് ഒരു ഇഫ് കണ്ടീഷൻ വരും. ഇഫ് DP ij നോട്ട് ഈക്വൽ ടു -1, അന്നേരം നമ്മൾ DP ഓഫ് ij റിട്ടേൺ ചെയ്യും. പിന്നെ ഇവിടെ എന്തായിരിക്കും ഡിഫറൻസ് വരിക? ഇവിടെ നമ്മൾ DP ij ഈക്വൽ ടു എഡിറ്റ് ഡിസ്റ്റൻസ് S1 S2 i-1 j-1 ചെയ്യും. അത് കഴിഞ്ഞിട്ട് DP ij റിട്ടേൺ ചെയ്യും. സിമിലർലി ഇവിടെ DP ij ഈക്വൽ ടു 1 + min എന്ന് പറഞ്ഞാൽ ഇത്രയും വാല്യൂ സ്റ്റോർ ചെയ്യും, എന്നിട്ട് റിട്ടേൺ ചെയ്യും. ഈ DP അറേയിൽ എത്ര നമ്പർ ഓഫ് റോസും എത്ര നമ്പർ ഓഫ് കോളംസും ആയിരിക്കും ഉണ്ടായിരിക്കുക? S1ൻ്റെ ലെങ്ത് m-ഉം S2ൻ്റെ n-ഉം ആണെന്ന് വിചാരിച്ചു. അന്നേരം m+1 റോസും n+1 കോളംസും ഈ DP അറേയിൽ ഉണ്ടായിരിക്കും. DP അറേയിലെ എല്ലാ എലമെൻസും ഇനിഷ്യലി -1 ആയിരിക്കും. മെമ്മോസേഷൻ അപ്രോച്ചിൽ എടുക്കുന്ന ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m ഇൻറ്റു n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് m ഇൻറ്റു n ആണ്. ഈ DP അറേ എടുക്കുന്ന ആ സ്പേസ് കാരണം. നമുക്ക് ടാബുലേഷൻ അപ്രോച്ച് നോക്കാം. ഡെഫ് എഡിറ്റ് ഡിസ്റ്റൻസ് S1 S2 m ഈക്വൽ ടു ലെങ്ത് ഓഫ് S1 n ഈക്വൽ ടു ലെങ്ത് ഓഫ് S2 DP ഈക്വൽ ടു -1 ഇൻറ്റു n+1 ഫോർ അണ്ടർസ്കോർ ഇൻ റേഞ്ച് ഓഫ് m+1. m+1 റോസും n+1 കോളംസും ഉള്ള ഒരു DP മെട്രിക്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിലെ എല്ലാ എലമെൻസും ഇനിഷ്യലി -1 ആണ്. ഇവിടെ ബേസ് കേസസ് വരിക ഐയുടെ വാല്യൂ 0 ആകുമ്പോഴും ജെയുടെ വാല്യൂ 0 ആകുമ്പോഴുമാണ്. ജെയുടെ വാല്യൂ 0 ആകുമ്പോൾ ഐയുടെ വാല്യൂസ് എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും വരിക? 0 തൊട്ട് m വരെ. ഫോർ i in range of 0 to m+1 DP of i0 equal to i. ഈ ഒരു കേസ് നമ്മൾ ഇപ്പോൾ ഹാൻഡിൽ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ജെയുടെ വാല്യൂ എവിടം തൊട്ട് എവിടം വരെ ആയിരിക്കും വരിക? 0 തൊട്ട് n വരെ. അതുകൊണ്ട് ഫോർ j in range of 0 to n+1 DP of 0j equal to j. നമ്മൾ ഈ ഒരു കേസും ഹാൻഡിൽ ചെയ്തു. ഇനി ഐയുടെ റിമൈനിങ് വാല്യൂസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. 0 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ നേരത്തെ ഹാൻഡിൽ ചെയ്തു. അതുകൊണ്ട് 1 തൊട്ട് m വരെയുള്ള ഐയുടെ വാല്യൂവും ജെയുടെ 1 തൊട്ട് n വരെയുള്ള വാല്യൂവും നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഫോർ i in range of 1 to m+1, ഫോർ j in range of 1 to n+1, if S1 i-1 equal to S2 j-1, DP ij equal to DP i-1 j-1. ഇവിടെ എഡിറ്റ് ഡിസ്റ്റൻസ് മാറിയിട്ട് DP വന്നേ ഉള്ളൂ. എൽസ് DP ij equal to min of DP i-1 j-1 DP i j-1 DP i-1 j +1. ഇവിടെയുള്ള ഈ എഡിറ്റ് ഡിസ്റ്റൻസ് എല്ലാം മാറിയിട്ട് അവിടെ DP വന്നേ ഉള്ളൂ. റിട്ടേൺ DP -1 -1. DP മെട്രിക്സിലെ ബോട്ടം റൈറ്റ് കോർണറിലുള്ള ആ സെല്ല് നമ്മൾ റിട്ടേൺ ചെയ്തു. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m ഇൻറ്റു
n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m ഇൻറ്റു n ആണ്. ഡി പി മെട്രിക്സ് കാരണമാണ് ഇത്രയും സ്പേസ് വരുന്നത്. നമ്മൾ നേരത്തെ എഴുതിയ കോഡിൽ എന്താ സംഭവിച്ചത്? ആദ്യം നമ്മൾ ഫസ്റ്റ് റോയെയും ഫസ്റ്റ് കോളത്തെയും ഈ വാല്യൂസൊക്കെ വെച്ച് ഇനിഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞ് റോ ബൈ റോ ആയിട്ട് റിമൈനിങ് സെൽസിൻ്റെ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അറ്റ് ദ എൻഡിൽ ഈ സെല്ലിലുള്ള വാല്യൂ നമ്മൾ റിട്ടേൺ ചെയ്യും. സപ്പോസ് നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും പാർട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ വാല്യൂ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഈ 3 സെൽസിൻ്റെയും വാല്യൂ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ 3 വാല്യൂസിൻ്റെ ആവശ്യം വരാം. നമ്മൾ ആദ്യം ഈ സെല്ലിൻ്റെ വാല്യൂസ് ഈ 3 സെൽസിൻ്റെ വാല്യൂസ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഈ സെല്ലിൻ്റെ വാല്യൂ ഈ 3 സെൽസിൻ്റെ വാല്യൂസ് യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യും. സിമിലർലി ഈ സെല്ലിൻ്റെ കേസും. അങ്ങനെ നമ്മൾ ബാക്കി സെൽസിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. അറ്റ് ദ എൻഡിൽ ഈ എലമെൻ്റ് ആൻസറായിട്ട് റിട്ടേൺ ചെയ്യും. ഈ ഒരു കേസിൽ സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m ഇൻറ്റു n വരുന്നുണ്ടായിരുന്നു. നമുക്ക് ആ സ്പേസ് കോംപ്ലക്സിറ്റിയെ ഓർഡർ ഓഫ് n ആയിട്ട് കുറയ്ക്കണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് ഇനിഷ്യലി ഈ ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് മാത്രമുള്ള ഒരു 1D അറേ ഉണ്ടായിരിക്കും. 0, 1, 2, 3. നമുക്കിനി അടുത്ത റോയിലെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണേൽ നമ്മൾ ഈ 1D അറേ ഓവർറൈറ്റ് ചെയ്യായിരിക്കും ചെയ്യുക. നമുക്ക് സപ്പോസ് ഈ സെല്ലിലെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചോ. അന്നേരം നമുക്ക് ഈ 3 സെൽസിൻ്റെ ആവശ്യം വരാം. ഞാൻ ഇവിടെയുള്ള വാല്യൂ എങ്ങനെയോ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഈ 1D അറേയിൽ ഈ പ്ലേസ് ആയിരിക്കും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ 2 മാറി അവിടെ സ്റ്റാർ വരും. അതായത് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഞാൻ റാൻഡം ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്ന ഒരു എലമെൻ്റാണ്. നമ്മൾ എങ്ങനെയോ ഇവിടെയുള്ള ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ആ വാല്യൂ സ്റ്റാർ ആണെന്ന് വിചാരിച്ചു. അന്നേരം 1D അറേയിൽ അത് ചെയ്യുമ്പോൾ ഈ 2A സ്റ്റാർ കൊണ്ട് ഓവർറൈറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് 1D അറേയിൽ നമുക്ക് സ്റ്റാറും 3A ഉള്ളൂ. എന്ന് വെച്ചാൽ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ പ്ലേസും 3 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലേസും. 2 ഓവർറൈറ്റ് ആയിപ്പോയി. ഈ 2A നമ്മൾ ഈ 1D അറേയിൽ സ്റ്റാറും കൊണ്ട് ഓവർറൈറ്റ് ചെയ്തു പോയി. നമുക്ക് അത് മിസ്സായിപ്പോയി. ഈ ഒരു പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്യണം. അതിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഐഡിയ കാണാം. നമ്മൾ ഇവിടെയുള്ള ആ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈ 2നെ temp എന്ന് പറഞ്ഞ ഒരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുത്തെ വാല്യൂ എങ്ങനെയോ കണ്ടുപിടിച്ചു. അത് സ്റ്റാർ ആണല്ലോ. അന്നേരം ഈ 2നെ നമ്മൾ സ്റ്റാർ കൊണ്ട് ഓവർറൈറ്റ് ചെയ്തു. ഓവർറൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രീവിയസ് എന്ന് പറഞ്ഞ ഒരു വേരിയബിളിലോട്ട് ഈ തെമ്പിനെ വെക്കും. അന്നേരം പ്രീവിയസ് ഈക്വൽ ടു 2. ഇപ്പം നമുക്കിവിടെ സ്റ്റാർ ഉണ്ട്. ഇനി നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അന്നേരം ഈ സ്റ്റാറും ഈ 3യും പ്രീവിയസും യൂസ് ചെയ്തിട്ട് നമുക്കത് ഈ 1D അറേയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ.
നമ്മൾ ഇവിടെ ചെയ്യുന്ന ആ സെയിം കാര്യമാണ് ഈ 1D അറേയിൽ ചെയ്യാൻ നോക്കുന്നത്. ഈ സെല്ലിൻ്റെ വാല്യൂ വരിക ഈ 3 സെൽസിൽ നിന്നായിരിക്കും. അന്നേരം ആ 3 സെൽസിൻ്റെ വാല്യൂസ് നമുക്ക് അവൈലബിൾ ആയിരിക്കണം. അത് എവിടെയൊക്കെയുള്ള ഈ സ്റ്റാർ, ഈ 3, പിന്നെ പ്രീവിയസ്. അങ്ങനെ നമുക്ക് ഈ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിലെ വാല്യൂസ് നമ്മൾ 1D അറേയിൽ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും എന്നതാണ്. നമ്മൾ ഈ സെല്ലിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു സെല്ലിലെ വാല്യൂ 1 ആക്കും. നമ്മൾ ഫസ്റ്റ് റോയാണ് പ്രോസസ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഈ സെല്ലിലെ വാല്യൂ 1 ആക്കും. പിന്നെ പ്രീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ i-1 ആയിരിക്കും. അന്നേരം നമുക്ക് ഈ 0 കിട്ടും. പിന്നെ നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തില്ലേ, 1, പിന്നെ 1, പിന്നെ പ്രീവിയസ് 0. അങ്ങനെ നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ ഈ സെല്ലിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്തൊക്കെയായിരിക്കും ചെയ്യുക? ഇതിനെ നമ്മൾ 2 ആക്കും. പിന്നെ പ്രീവിയസ് ഈക്വൽ ടു 2 - 1 ആയിരിക്കും, എന്ന് വെച്ചാൽ 1 ആയിരിക്കും. പിന്നെ ഈ സെല്ലിൻ്റെ വാല്യൂ ഓൾറെഡി DP അറേയിൽ ഉണ്ടായിരിക്കും, ഈ 1D അറേയിൽ ഈ ഒരു പ്ലേസിൽ ഉണ്ടായിരിക്കും. ആ 3 വാല്യൂസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ കോഡ് നോക്കാം. def edit distance s1 s2 m equal to length of s1 n equal to length of s2 dp equal to 0 into n plus 1 for j in range of 1 to n plus 1 dpj equal to j. ഈ ഫസ്റ്റ് റോയുടെ ഫില്ലിങ് നമ്മൾ 1D DP അറേയിൽ ചെയ്യുന്നത് ഇത്രയും കോഡിൽ. പണ്ടത്തെ ഈ കോഡിൽ എന്തൊക്കെ ഡിഫറൻസ് ആയിരിക്കും വരിക? ഇവിടെയുള്ള ഈ i റിമൂവ് ചെയ്യുക, dp ഓഫ് i-1 j-1 പ്രിവ്യൂ ആയിട്ട് മാറും, ഇവിടെയും പ്രിവ്യൂ ആയിട്ട് മാറും. ഈ i-1നെ നമുക്ക് റിമൂവ് ചെയ്യാം. അറ്റ് ദ എൻഡിൽ -1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഇവിടെ temp ഈക്വൽ ടു dp ഓഫ് j, ഇവിടെ പ്രീവിയസ് ഈക്വൽ ടു temp, ഇവിടെ പ്രീവിയസ് ഈക്വൽ ടു i-1 dp ഓഫ് 0 ഈക്വൽ ടു i. ഈ സെൽസിൻ്റെ ഫില്ലിങ് 1D അറേയിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ പ്രീവിയസ് ഈക്വൽ ടു i-1ഉം dp ഓഫ് 0 ഈക്വൽ ടു iയും കൊടുത്തത്. For i in range of 1 to m plus 1, previous equal to i-1, dp of 0 equal to i. For j in range of 1 to n plus 1, temp equal to dpj. If s1 i-1 equal to s2 j-1, dpj equal to previous, else dpj equal to min previous dpj-1 dpj plus 1 previous equal to temp return dp of -1. ഇതിന് ടൈം കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് m ഇൻറ്റു n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി വരിക ഓർഡർ ഓഫ് n ആണ്.